വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്താൻ. രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ടാവും. പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനത്തിൽ നഷ്ടമുണ്ടാവില്ല. ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതി എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ കാണും, പക്ഷേ ഈ ലൈസൻസിൻ്റെ പേരിൽ തടസ്സം നേരിടുന്ന സ്ഥിതി ഒഴിവാക്കാൻ. അതെ, അത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. കറക്റ്റ്. കാറ്റഗറി 1 വ്യവസായ മേഖലയിൽ അല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. പക്ഷേ ഒരനുമതിയും പഞ്ചായത്തുകൾ നിഷേധിക്കാൻ പാടില്ല. നിബന്ധനകൾ ആവശ്യമാണെങ്കിൽ നിബന്ധന നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകാം. അതാണ്. സംരംഭത്തിന് ഒരിക്കൽ വാങ്ങിയ അനുമതി സംരംഭകൻ മാറുമ്പോൾ സംരംഭകത്വത്തിൽ മാറ്റമില്ലെങ്കിൽ ആ അനുമതി കൈമാറാം. അതായത് ഒരു സംരംഭത്തിന് അനുമതി വാങ്ങി, ആള് മാറുന്നു, സംരംഭം മാറുന്നില്ല, അതേ സംരംഭം തന്നെയാണ് എങ്കിൽ അനുമതി കൈമാറ്റം, ട്രാൻസ്ഫർ. സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ട്രാക്കായി ലൈസൻസ് റിന്യൂവൽ സാധ്യമാക്കും. നിലവിലുള്ളൊരു ലൈസൻസ് അന്ന് തന്നെ പുതുക്കാൻ കഴിയുന്ന തരത്തിൽ മാറ്റം വരുത്തും. ലൈസൻസ് അനുമതി അപേക്ഷകളിൽ യഥാസമയം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് സംവിധാനം പ്രായോഗികമായും സൗകര്യപ്രദമായും ഏർപ്പെടുത്തും. അതെ, കാറ്റഗറി 1 പെട്ടത്. അതെ, അതെ, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, ഫീസ് അടയ്ക്കണം, ഇതെല്ലാം വേണം. സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ട്രാക്കായിട്ട് ലൈസൻസ് റിന്യൂവൽ സാധ്യമാക്കും. ലൈസൻസ് അതേ ദിവസം തന്നെ പുതുക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തും. ലൈസൻസിനുള്ള അപേക്ഷകളിൽ യഥാസമയം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് സംവിധാനം കൊണ്ടുവരും. ലൈസൻസ് ഫീസ് പൂർണ്ണമായും മൂലധന നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കണമെന്നാണ് കമ്മിറ്റിയുടെ ശുപാർശ. സ്ഥാപനങ്ങൾക്കെതിരെ വരുന്ന പരാതികളിൽ ബന്ധപ്പെട്ട വിദഗ്ധ സ്ഥാപനങ്ങളുടെ ഉപദേശം തേടി സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കാനുള്ള സംവിധാനമൊരുക്കും. അത് പരാതിയുടെ പേരിൽ സംരംഭങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന സ്ഥിതി അനുവദിക്കാനാവില്ല. അപ്പോൾ പരാതി ബന്ധപ്പെട്ട വിദഗ്ധ സ്ഥാപനങ്ങളുടെ ഉപദേശത്തോടു കൂടി സമയബന്ധിതമായിട്ട് തീർപ്പുണ്ടാക്കും എന്നുറപ്പുവരുത്തും. പഞ്ചായത്തുകളുടെയോ സെക്രട്ടറിമാരുടെയോ ചുമതലകളിൽപ്പെട്ട വിഷയങ്ങൾക്ക് മാത്രം പരിശോധന നടത്തുക എന്നതാണ്. പരിശോധന സംരംഭങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന നിലയിൽ പരിശോധന നടത്തുന്ന സ്ഥിതി ഒഴിവാക്കാൻ പഞ്ചായത്തിൻ്റെ അധികാരപരിധിയിൽ, സെക്രട്ടറിമാരുടെ അധികാരപരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ മാത്രമേ പരിശോധന നടത്താവൂ എന്ന നിബന്ധന കൊണ്ടുവരും. ലൈസൻസിൽ ലൈസൻസിയുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തും. ഇപ്പോൾ ഇത്രയും ശുപാർശകളാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ കമ്മിറ്റി ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളത്. പൊതുവിൽ സ്വീകാര്യവും സ്വാഗതാർഹവുമായിട്ടുള്ള ശുപാർശകളാണ് കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് നടപ്പിൽ വരുന്നതോടെ കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ സഹായകരമായിട്ടത് മാറും. സംരംഭകർക്ക് വളരെ വലിയ പ്രോത്സാഹനമായിട്ടത് മാറും. മാത്രമല്ല, ഇതിനകം തന്നെ ഇപ്പോൾ പാർക്കിംഗ് സംബന്ധിച്ച് നേരത്തെ നടത്തിയ പ്രഖ്യാപനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ പാർക്കിംഗ്, കെട്ടിട നിർമ്മാണം നടക്കുന്ന ഭൂമിയിൽ തന്നെ മുഴുവൻ പാർക്കിങ്ങും വേണമെന്ന വ്യവസ്ഥ ലഘൂകരിച്ച് 200 മീറ്റർ പരിധിക്കുള്ളിൽ സ്വന്തം ഭൂമിയിൽ പാർക്കിംഗ് അനുവദിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവിറക്കി കഴിഞ്ഞു. നേരത്തെ നടത്തിയ പ്രഖ്യാപനം ഇപ്പോൾ ഉത്തരവിറങ്ങിക്കഴിഞ്ഞു. ഇത് വലിയ തോതിൽ സ്വാഗതം ചെയ്യപ്പെട്ട ഒരു നടപടിയായിരുന്നു. നേരത്തെ അദാലത്തിൻ്റെ ഭാഗമായിട്ട് എടുത്ത പൊതു തീരുമാനമാണ്
കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിയിൽ 2 സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ 3 മീറ്റർ വരെയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ട് യാർഡിന് 1 മീറ്ററായി കുറച്ചുകൊണ്ടുള്ള ചട്ടഭേദഗതി അതും ആയിക്കഴിഞ്ഞു. കെട്ടിടത്തെ സംബന്ധിച്ച് പാലിക്കേണ്ട നിബന്ധനകളെല്ലാം പാലിച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നു എന്ന കാരണത്താൽ മാത്രം പെർമിറ്റ് റദ്ദാക്കില്ല. കെട്ടിട നിർമ്മാണ ചട്ടം 19(5) ഇളവ് നൽകും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കാലാവധി വർദ്ധിപ്പിക്കാനും അദാലത്തിലെടുത്തിരുന്നു. റോഡ് വികസനത്തിന് വേണ്ടി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയവർക്ക് മിനിമം സെറ്റ് ബാക്ക് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇളവുകൾ അതും അദാലത്തിൽ തീരുമാനമെടുത്തതാണ്. ഉത്തരവുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തേത് ഇറങ്ങി, പാർക്കിങ്ങിൻ്റെ ഉത്തരവ് ഇറങ്ങി. ഞാൻ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പരിഷ്കാരങ്ങൾ കൂടി സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യം അറിയിക്കുകയാണ്. ശുപാർശ പൊതുവിൽ സ്വീകാര്യമാണെന്നാണ് കണ്ടിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഇല്ലില്ല, പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞതാണ്.